Hi friends, Assalamualaikum. Welcome back to Home Cook Malabar. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 65ന്റെ റെസിപ്പിയുമായിട്ടാണ്. എന്ത് 65 എന്നാവില്ല എല്ലാവരും ആലോചിക്കുന്നത്. ക്യാബേജ് കൊണ്ടാണ് ഇന്ന് ഞാൻ 65 റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ 65 ഒക്കെയാണ് കഴിക്കാറുള്ളത് സാധാരണയായിട്ട്. ഞാൻ മുന്നൊരിക്കൽ സോയാബീൻ കൊണ്ട് 65 റെഡിയാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് കയറിയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് ക്യാബേജ് കൊണ്ട് എങ്ങനെയാണ് 65 ഉണ്ടാക്കാന്ന് നോക്കാം. ക്യാബേജ് 65 റെഡിയാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്യാബേജ് ക്ലീൻ ചെയ്തിട്ട് നല്ലോണം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്യാബേജിലേക്ക് ആദ്യം ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കടലപ്പൊടി ഇതൊരു 1/2 കപ്പിന്റെ അടുത്തുണ്ട്, 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കോൺഫ്ലോർ ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. അരിപ്പൊടി ഇത് 1.5 ടേബിൾ സ്പൂൺ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ചൂടുള്ള ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ചൂടുള്ള ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അധികം വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാബേജിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. നമ്മൾ അധികം വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്യാബേജ് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് ക്യാബേജ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ക്യാബേജ് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പൊക്കോട ഒക്കെ റെഡിയാക്കി എടുക്കൂലേ, ഇങ്ങനെ വിതറി വിതറി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കൂലേ, അതേപോലെ തന്നെ നമുക്ക് ഈ ബാറ്റർ, ഈ ഒരു ക്യാബേജ് 65 വേണ്ടി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഇങ്ങനെ വിതറി വിതറി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്ത ബാച്ച് ക്യാബേജും കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കറുമുറാന്നിരിക്കുന്ന ക്യാബേജ് 65 ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കോളിഫ്ലവർ ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കൂല, അതേപോലെ തന്നെ അതേ ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ചോറിന് കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാവുന്ന ഒരു അടിപൊളി ഡിഷാണ്. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.